ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നിസ എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ ചാനലിൽ എൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞൊന്നും കുഴപ്പമൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നീ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കാണുള്ളൂ ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അഫോർഡബിൾ ആണെന്നൊക്കെ പറയുമ്പോഴും അതെൻ്റെ ബഡ്ജറ്റ് ആവില്ല, അതെൻ്റെ അഫോർഡബിലിറ്റി ആവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലരുടെ അഫോർഡബിൾ എന്ന് പറയുന്നത് 100ന്റെ മേളിൽ പോയി ചിലർക്ക് അത് അഫോർഡബിൾ അല്ലായിരിക്കും, ചിലർക്ക് 200ന്റെ മേളിൽ പോയാൽ കുഴപ്പമില്ല, ചിലർക്ക് 500 അങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അഫോർഡബിൾ ആണോ എന്ന് എനിക്ക് മോസ്റ്റ്ലി ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് സ്കിൻ കെയർ സംഭവങ്ങൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. മേക്കപ്പിനേക്കാളും സ്കിൻ കെയറിന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ഉണ്ടെന്നാണ് എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ. മേക്കപ്പിനേക്കാളും കുറച്ചുകൂടി സ്കിൻ കെയറിന് എക്സ്പെൻസ് കൊടുത്താലും കുഴപ്പമില്ലെന്നാണ്. കാരണം നമ്മൾ സ്കിൻ കെയർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, മേക്കപ്പിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് ചെറിയ പൈസ കുറേ സംഭവങ്ങൾ കിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ അങ്ങനെ കുറേ പ്രൊഡക്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ നല്ല പ്രൊഡക്റ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൈസ വെച്ച് നോക്കുമ്പോൾ ഞാൻ പൈസ കൂടുതൽ യൂസ് ചെയ്തതിനേക്കാളും ഈ ചെറിയ പൈസയ്ക്ക് മേടിച്ച സാധനങ്ങളൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ബേസിക്കായിട്ട് വേണ്ട സ്കിൻ കെയർ സംഭവങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാം അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല സംഭവങ്ങളാണ് ഞാനിത് ബേസിക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് മുമ്പ് ഞാൻ എന്തിട്ടാണ് ലിപ്സ്റ്റിക്ക് ഒന്ന് പറയും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇൻസെറ്റിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്, മില്ലിയനെയർ എന്നെന്താ പറയുന്നത്. നല്ലതല്ലേ, നല്ല ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് വേണ്ടി താഴെ കൊടുക്കാം. പിന്നെ ഇതിൽ പറയുന്ന മിക്ക പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഫേസ് വാഷാണ്. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിന്നിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ സെറ്റാഫിലിൻ്റെ ഒരു ജെൻറ്റിൽ കൺസർ എന്ന ഒരു ഫേസ് വാഷ് ഉണ്ട്. അത്യാവശ്യം ഭയങ്കര ജെൻറ്റിലാണ്. നമുക്ക് ഒട്ടും ഇറിറ്റേഷൻ ഉണ്ടാവില്ല. നമുക്ക് ഈ ഡ്രൈ സ്കിന്നിനെന്ന് പറയുമ്പോൾ കുറേ നമ്മൾ ആ സംഭവം ഭയങ്കര ഹാർഷായിട്ടുള്ള ഇതിട്ടാൽ ഇത് ഭയങ്കര അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ജെൻറ്റിൽ ക്ലെൻസറൊക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിമൂവറൊക്കെ ചെയ്ത് അത്യാവശ്യം കുറച്ചും കൂടി നല്ല ക്ലെൻസറൊക്കെ ഇട്ട് വാഷ് ചെയ്യാം. പിന്നെ ഹിമാലയയുടെ തന്നെ അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹിമാലയയുടെ അലോവേര ഫേസ് വാഷ്, അലോവേരയുടെ ഒരു ഫേസ് വാഷ്. അതിന് ഭയങ്കര അഫോർഡബിൾ. ഒരു 100 to 150 50 ml എന്തോ 80 സംതിങ്ങേ ഉള്ളൂ. ഞാനിപ്പം ഈ റീസെൻ്റ് ഞാൻ നോക്കിയപ്പോൾ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നാണ് ഭയങ്കര അത് നിങ്ങൾ യൂസ് ചെയ്തു. ഡ്രൈ സ്കിന്നാണ് അത് നല്ല അഫോർഡബിളാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫേസ് വാഷ്, നല്ല അഫോർഡബിൾ. നിങ്ങൾ അത് ഒരെണ്ണം മേടിച്ച് നോക്കിക്കോ. പിന്നെ അത് ഡോട്ട് ആൻഡ് കീ, അത് ഈ ഇടം ഭയങ്കര വൈറലായിരുന്നു. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർ മെലൺ വേരിയൻറ്റിൽ ഈ ഡോട്ട് ആൻഡ് കീയുടെ അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം നല്ലതാണ്. ബാക്കിയുള്ള പ്രൊഡക്റ്റിനെ വെച്ചും, അതായത് ബാക്കിയുള്ള ബ്രാൻഡിനെ വെച്ചും കുറച്ചും കൂടി അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് ആൻഡ് കീ നല്ല ബ്രാൻഡാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം അത്യാവശ്യം നല്ലതാണ്. എനിക്ക് യൂസ് ചെയ്തിട്ടും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ട്. അപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ ഒരു വാട്ടർ മെലൺ വേരിയൻ്റ് ഉണ്ട്. അതെന്തോ 200 ആണെന്ന് തോന്നുന്നു, 200-നുള്ളുള്ളൂ. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റാഫിൽ നിങ്ങൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്, അത് സൂപ്പറാണ്. ഭയങ്കര ജെൻറ്റിലാണ്, സിമ്പിൾ റിഫ്രഷിങ് എന്ന് പറഞ്ഞാൽ. അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒരു 300ന്റെ മേളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത്ര പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് രണ്ടും നല്ലതാണ്, സിമ്പിൾ സെറ്റാഫിലൊക്കെ. അപ്പോൾ ഈ 4നാണ് ഞാനിതിൽ പറയുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടി. ഇനി ഓയിലി സ്കിന്നിന് വേണ്ടി, ഓയിലി സ്കിന്നിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിൽ കണ്ടന്റ് അല്ലേ. അപ്പോൾ കുറച്ചും കൂടിയും ശരിക്കും ജെൻറ്റിൽ ക്ലെൻസർ ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ ഡെർമാക്കോടെ ഒരു 1% സാലിസിലിക് ആസിഡ് ജെൽ ഫേസ് വാഷ് ഉണ്ട്. അത് അത്യാവശ്യം അതിന് ഭയങ്കര പ്രൈസ് കുറവാണ്, 130 അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ഡീസൻറ്റ് പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നമ്മുടെ മുഖത്തെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ശരിക്കും കുറയ്ക്കുന്നുണ്ട്, നല്ല അഫോർഡബിളാണ്. പിന്നെ നമ്മുടെ ഹിമാലയയുടെ നീം വേരിയൻറ്റിൽ വരുന്ന ഫേസ് വാഷ്, അത് നല്ല അഫോർഡബിളാണ്. 100ന്റെ ഉള്ളിൽ നമുക്ക് സംഭവം കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഡോട്ട് ആൻഡ് കീക്ക് തന്നെ ഒരു ആക്നെ എന്ന് പറയുന്ന ഒരു ഫേസ് വാഷ് ഉണ്ട്, ആക്നെ റിഫ്രഷിങ് ഫേസ്. അത് 200ന്റെ ഉള്ളിലാണ്, അത് നല്ലതാണ്.
അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഞാൻ ഓയിലി സ്കിൻ കെയർക്ക് വേണ്ടി പറയുന്നത്. ഡോട്ടാനിക്ക് നല്ലതാ, 200 ഉള്ള. ഹിമാലയ നല്ലതാ, അതിന് 100-150 സംഭവം കിട്ടും, നല്ലതാ. നീമിൻ്റെ ആളാണ്. പിന്നെ നമ്മുടെ സാൽസലിക് ആസിഡ്. ഈ സാൽസലിക് ആസിഡ് ഉള്ള സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ഓയിലി സ്കിൻ ടോൺ ഉള്ളവന് കുറച്ചും കൂടി സാൽസലിക് ആസിഡ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ളത് നോക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈ സ്കിൻ കഴിഞ്ഞു, ഓയിലി സ്കിൻ കഴിഞ്ഞു. പിന്നെ ഞാൻ കോമ്പിനേഷൻ സ്കിൻ. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ഇങ്ങനെ നിങ്ങളുടെ മുഖത്തിപ്പോൾ ഡ്രൈ ആണോ ഓയിലാണോ കൂടുതൽ നോക്കിയിട്ട് നിങ്ങൾ ഏത് സൈഡിലേക്കാണ് നീങ്ങേണ്ടതെന്ന് നോക്കുക. അപ്പം എൻ്റെ മുഖം കോമ്പിനേഷനാണ്. ഇവിടെ ടീ സോണിൽ ഓയിലും ഇവിടെ 2 സ്ഥലത്തും ഡ്രൈ ആണ്. പക്ഷെ എന്നാലും എൻ്റെ മോസ്റ്റ്ലി എൻ്റെ മറ്റേ ഡ്രൈ ആയിട്ട് എനിക്കിങ്ങനെ ഓരോ ക്ലൈമറ്റിനും ഞാൻ കുറച്ചും കൂടി ഡ്രൈ സൈഡിലേക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കാം. നിങ്ങളുടെ മുഖം കോമ്പിനേഷൻ ആണെങ്കിലും കുറേ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അത് കുറേ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിൻ്റെ യൂസ് ചെയ്യാം. പിന്നെ നോർമൽ സ്കിൻ ടോൺ ഉള്ളാത്ത കാര്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഉള്ളതൊക്കെ യൂസ് ചെയ്യാമല്ലോ. എനിക്കിഷ്ടമല്ല നോർമൽ ഉള്ളവർക്ക്, അവർക്ക് എന്ത് യൂസ് ചെയ്യും ഒരു പ്രശ്നമില്ല. നമ്മൾ കഷ്ടപ്പെടുത്തരെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കൺസേണും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞു. ഇനി തന്നെയാണ് മോയ്സ്ചറൈസർ. ഞാനിതിൽ ടോണർ സ്കിപ്പ് ചെയ്യുകയാണ്. ഞാൻ ടോണർ പേഴ്സൺ അല്ല. ഞാൻ ടോണർ അങ്ങനെ ആകെ 1-2 പ്രാവശ്യമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വലിയ എഫക്റ്റ് തോന്നിയിട്ടില്ല. ടോണറിൽ ചുമ്മാ നമ്മൾ പൈസ എന്തിനാ കളയുന്നേ. അപ്പോൾ നമ്മൾ ടോണർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനാണ് എൻ്റെ പ്രിഫറൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ടോണർ പേഴ്സൺ അല്ല, ഞാൻ കുറച്ചും കൂടി മോയ്സ്ചറൈസർ പേഴ്സൺ. ഞാൻ മോയ്സ്ചറൈസർ ഇല്ലാണ്ട് പറ്റില്ല. അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഹൈഡ്രേഷൻ വേണം. അപ്പോൾ നമ്മളിനി മോയ്സ്ചറൈസർ ആണെങ്കിൽ പറയാൻ പോകുന്നത്. മോയ്സ്ചറൈസറിൽ ഞാൻ പറയുന്നത് ഡ്രൈ സ്കിൻ ടോണല്ല, ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് കുറച്ചും കൂടി നല്ലത് നമ്മുടെ വാസലിൻ്റെ ഒരു മോയ്സ്ചറൈസർ. നാക്ക് കുളിക്കുന്നില്ലേ, വാസലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഡ്യൂവി റേഡിയൻസ്. ഒരു ഡേ ടൈമിന് വേണ്ടി നല്ലതെന്നൊക്കെ പറഞ്ഞാൽ ഈ അത്യാവശ്യം കുറേ ആൾക്കാർ യൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്, കാരണം അത്യാവശ്യം തിക്കാണ്, കുറച്ചും കൂടി നല്ലതാണ് ഡ്രൈ സ്കിന്നിന് വേണ്ടി. അത് അത്യാവശ്യം അഫോർഡബിളും ആണ്. പക്ഷെ 200 ml ആണ് വരുന്നത് തന്നെ. അപ്പോൾ ഒരു 300 ഉണ്ട്. കാരണം ഒരു 100 ml ഒന്നും വരുന്നില്ല. അപ്പം നമുക്കൊരു 100 ഉള്ളിൽ കിട്ടില്ലല്ലോ. അതാണ് ഞാൻ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട്. ചില പ്രൊഡക്റ്റ് അഫോർഡബിൾ 100 കിട്ടുമെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഈ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ എന്നും യൂസ് ചെയ്യണമെങ്കിൽ സ്കിൻ കെയർ എല്ലാം നമ്മൾ എന്നും യൂസ് ചെയ്യാണ്ട് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആഴ്ച യൂസ് ചെയ്താൽ എഫക്റ്റ് കിട്ടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റ് കിട്ടുള്ളൂ. സ്കിൻ കെയർ നമ്മളൊരു റൊട്ടീൻ കണക്ക് ചെയ്യണം. ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല, ഒരു റൊട്ടീനായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളത് ഏറ്റെടുക്കണം. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങിയാൽ. അപ്പോൾ ഈ വാസലിൻ്റെയും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ, നിങ്ങൾ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇഷ്ടപ്പെട്ടു, പിന്നെ മേടിക്കുമ്പോൾ ഒരു വലിയ ഡബ്ബ അങ്ങ് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറേ നാൾ ഈ യൂസ് ചെയ്യാനുള്ളതാണല്ലോ. പിന്നെ നിങ്ങൾ ഈ സെയിലുള്ള സമയം നോക്കി മേടിക്കുക. ഞാനൊക്കെ സെയിലുള്ള സമയം നോക്കി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ മാത്രമാണ് ഞാൻ മേടിക്കാറ്. അപ്പോൾ ഈ വാസലിൻ്റെ ഡ്യൂയി റേഡിയൻസ് എന്നുള്ള കാരണം അത് നല്ലതെന്ന് പറയാൻ കാരണം അതിന് വിറ്റാമിൻ സിയും ഇയും ഹൈലറോണിക് ആസിഡൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഡ്രൈ സ്കിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഒട്ടും ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവില്ല. ഇത് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഹൈഡ്രേഷൻ തരും, ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരും. അപ്പോൾ ഇത് നല്ലതാണ്. പിന്നെ ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ഫോർ ഡ്രൈ സ്കിൻ ടോൺ. അത് ഡ്രൈക്കും കോമ്പിനേഷനും നല്ലതാണ്. അത് നല്ല അഫോർഡബിളും ആണ്, സെറ്റ് സാധനമാണ്. അതിൽ വിറ്റാമിൻ ഇയും ഉണ്ട്, ഗ്ലിസറിനും ഉണ്ട്. നമുക്ക് ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരുന്ന സംഭവമാണ് ഈ പോൺസിൻ്റെ മിക്ക മോയ്സ്ചറൈസറും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിവ്യയുടെ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസർ. അത് നല്ല അഫോർഡബിൾ, 100-150 കിട്ടും. സെറ്റ് സാധനമാണ്. അതിൽ വിറ്റാമിൻ ഇയും ഗ്ലിസറിനും ഹൈലറോണിക് ആസിഡൊക്കെ ഉണ്ട്. നന്നായി ഹൈഡ്രേഷൻ തരും. അപ്പം നിവ്യ നല്ലതാണ്, പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ നല്ലതാണ്, വാസലിൻ്റെ ഡ്യൂവി റേഡിയൻസ് ഈ മൂന്നും സൂപ്പറാണ് കേസ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രൈ സ്കിൻ ടോൺ പറയുന്നത് എന്തായാലേ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ കുറച്ചും കൂടി നല്ലത്
നിങ്ങൾക്ക് മോയ്സ്ചർ കുറച്ച് മതി. അപ്പോൾ കുറച്ചും കൂടി ജെൽ ടൈപ്പ്, ഡ്രൈ ആണെങ്കിൽ കുറച്ചും കൂടി തിക്ക് ഇതുള്ളത് എടുക്കാം. ഓയിലി ഉള്ളൊരു ജെൽ ടൈപ്പ് ഉള്ള മോയ്സ്ചറൈസർ പ്രിഫർ ചെയ്താൽ മതി. ജെൽ ടൈപ്പിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ. നല്ല അഫോർഡബിൾ ആണ് കേസ്. അത് 100, 150, 200 അതിൻ്റെ ഉള്ളിൽ കിട്ടും. നിങ്ങളൊരു സെയിലിൻ്റെ സമയത്താണ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 150 ഉള്ളിൽ കിട്ടും. നല്ല സെറ്റ് സാധനം. അതിൽ നല്ല ഹൈഡ്രേഷൻ തരും. കാരണം നമുക്ക് ഒട്ടും ഓയിലി ഗ്രീസി ഒന്നും ആക്കത്തില്ല. ഡോട്ട് ആൻഡ് കേക്ക് മോയ്സ്ചറൈസർ ഉണ്ട്, അതും ഓയിലി സ്കിൻ്റെ തന്നെ. ഞാൻ അതിൻ്റെ വേരിയൻ്റ് ഏതാ ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ ഞാൻ പിക്ചർ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് സൺസ്ക്രീൻ. അപ്പം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, റെഗുലർലി യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ റെഗുലർലി യൂസ് ചെയ്യാറില്ല, പക്ഷേ മണി പ്രോബ്ലം. അതായത് ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴും സൺസ്ക്രീൻ ഒരു അഫോർഡബിൾ അല്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ സൺസ്ക്രീൻ ഈ 2 ഹവറിനുള്ളിൽ യൂസ് ചെയ്യുകയും ചെയ്യണം. 50 ഗ്രാമിന് തന്നെ എന്തായാലും 300 ഉള്ളിൽ വരും. അത് നമുക്കെങ്ങനെ ഒക്കൂലേ? അപ്പം നമ്മൾ ഈ സൺസ്ക്രീൻ അത്യാവശ്യം നല്ല സൺസ്ക്രീൻ ഞാൻ പറയും. അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ഫിക്സ് ഡെർമയുടെ SPF 30 ഉണ്ട്, 50 ഉള്ളതുണ്ട്. ഇത് നല്ല സൺസ്ക്രീൻ. ആ 200 ഉള്ളിൽ കിട്ടും. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ന്യൂട്രോജീനയുടെ സൺസ്ക്രീൻ നല്ലതാണ്. പിന്നെ ഡോക്ടർ ഷീത്തിൻ്റെ ഒരു ഹൽദി വരുന്നൊരു വേരിയൻ്റ് ഉണ്ട്, അത് സെറ്റാണ്. നന്നായി മോയ്സ്ചർ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടർ ഷീത്തിൻ്റെ എല്ലാ സൺസ്ക്രീനും അത്യാവശ്യം നല്ലതാണ്. ഡോക്ടർ ഷീത്തിൻ്റെ ഒരു സെറാമയുടെ നിയാസിനമയുടെ വരുന്ന ഒരു സൺസ്ക്രീൻ നല്ലതാണ്. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർ മെലൺ വേരിയൻറ്റിൽ ഒരു സൺസ്ക്രീൻ ഉണ്ട്, അത് നല്ല ഹൈഡ്രേഷൻ തരുന്ന സൺസ്ക്രീനാണ്, അത് നല്ലതാണ്. പിന്നെ അക്ടോളജിക്കയുടെ നല്ല ബ്രാൻഡാണ്, അതിൻ്റെ സൺസ്ക്രീൻ കുറേ നല്ലതാണ്. പിന്നെ നമ്മുടെ ഡെർമാഡോക്കിൻ്റെ അത്യാവശ്യം നല്ലതാണ്. ഫോക്സ്റ്റൈലാണ് പറയാൻ പറഞ്ഞത്, ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീനൊക്കെ നല്ലതാണ്. ലിപ് ബാമാണ്. ലിപ് ബാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കിസ് ക്യാൻഡി ചെറിയ വേരിയൻ്റിൻ്റെ ഒരു മറ്റേ ലിപ് ബാം ഉണ്ട്, അത് 100 ഉള്ളു. അത് നന്നായി ഹൈഡ്രേഷൻ തരും. പക്ഷേ SPF ഇല്ല. SPF ഉള്ളതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ SPF 50 ഉള്ളൊരു ലിപ് ബാം ഉണ്ട്. അതിന് അത്യാവശ്യം ഒരു 200 റേറ്റ് ഉണ്ട്. പിന്നെ ഹിമാലയയുടെ നമ്മൾ നോർമലി കിട്ടുന്ന ലിപ് ബാമിൽ ഒരു 35 രൂപയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാമാണ്. ബയോട്ടിക്കിൻ്റെ ഒരു ബ്രൈറ്റിംഗ് ഫ്രൂട്ട് വേരിയൻ്റിലൊരു ലിപ് ബാം ഉണ്ട്, അതിനും ഭയങ്കര പ്രൈസ് കുറവാണ്. അത് അത്യാവശ്യം നല്ലതാണ്. ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഡെർമാക്കോടെ ഒരു 1% കോജിക് ആസിഡിൻ്റെ ലിപ് ബാം ഉണ്ട്, അത് നല്ല സാധനമാണ്. അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് വേണ്ട സംഭവങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോ, ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ചെറിയൊരു വീഡിയോ എന്ന് തോന്നണം, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ, ഐ വിൽ റിപ്ലൈ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.